ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊന്നൊരു മുന്തിരി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ മിസ്റ്റർ ഹസ്ബൻഡ് കുറച്ച് മുന്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഭയങ്കര പുളി. അപ്പോൾ എന്തായാലും അത് അങ്ങനെ കഴിക്കൽ നടക്കില്ല. അപ്പോൾ നമുക്ക് അതിട്ടൊരു പരീക്ഷണങ്ങൾ. അപ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ പൊടിച്ചതും ഒരു പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുളിയും അതുപോലെ എരിവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്തത്. അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിൽ വിനിഗർ ചേർക്കുന്നില്ല. എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 2 days കഴിഞ്ഞിട്ട് കഴിക്കാൻ നോക്കാം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്